ഇന്ന് നമുക്ക് നമ്മൾ കുട്ടിക്കാലത്ത് ഏറെ അധികം കളിച്ചിട്ടുള്ള ഒരു കളിപ്പാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനൊരു വാഴയിലയുടെ അടിഭാഗത്ത് നിന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തണ്ടിന്റെ. എന്നിട്ട് അതിന്റെ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 90s കിഡ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് അറിവൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇങ്ങനത്തെ ഒരു കളിപ്പാട്ടം കണ്ടിട്ടൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പത്തെ മക്കൾക്ക് ഇത് അപൂർവമാണ്. എന്നാലും ചിലരൊക്കെ നാട്ടിൻപുറത്തുള്ളവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. വീട്ടുകാര് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ എന്റെ ഫാദർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്നിരുന്നു. കാരണം ഞങ്ങൾ പറമ്പിലൊക്കെ പോകുമ്പോൾ വാഴയില അതിന്റെ തണ്ടെടുത്തിട്ട് ഇതേപോലെ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാനിപ്പോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിതിപ്പോ ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് ഇതും അറിയട്ടെ. ഇതുകൊണ്ട് ഇങ്ങനെ ടപ് 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 ടേ എന്ന് ശബ്ദം വരുന്ന ഒരു പടക്കം പൊട്ടിക്കണ ഒരു പോലത്തെ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അവര് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നും ഇതിപ്പോ ഞാൻ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വാഴയില വെട്ടുക, അതിന്റെ ഇലയൊക്കെ കളയുക, മൂത്ത തണ്ട് നോക്കിയിട്ട് വെട്ടിയെടുത്തിട്ട് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇങ്ങനെ ശബ്ദം വരുന്ന കളിപ്പാട്ടം റെഡി. പിന്നെ എനിക്ക് എൻ്റെ ഉപ്പ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു സാധനമാണ് പീപ്പിളി. വാഴന്റെ ഇല എടുക്കുക, ഇതേപോലെ ചുരുട്ടുക, എന്നിട്ട് ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ സെല്ലോ ടാപ്പ് തന്നെ വേണമെന്നില്ല, വാഴന്റെ നാരൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ സെല്ലോ ടാപ്പ് ഉള്ളതുകൊണ്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നു. നമുക്ക് വീട്ടിൽ ഒന്ന് വിളിച്ചു നോക്കാം. അപ്പൊ കണ്ടില്ല, എൻ്റെ വീട്ടിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് വിളി വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ഇതേപോലത്തെ ഒരു കുട്ടിക്കാലം കിട്ടിയിരുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതേപോലത്തെ ഒരു കുട്ടിക്കാലൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.